സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം മുന്നോട്ടു പോകുന്നുണ്ടെങ്കിലും സർക്കാരിൻ്റെ കാത്തിരിപ്പിന് അതിർവരമ്പുകളുണ്ട്. കേവലം കാഴ്ചക്കാരായി നോക്കുകുത്തിയാക്കി നിർത്തിയാൽ അത് കണ്ടു നിൽക്കാൻ ഈ സർക്കാരിനാവില്ല. ഇനി അധിക നാൾ കാത്തിരിക്കാൻ വയ്യെന്ന വ്യക്തമായ സന്ദേശം നൽകി കോടതിക്ക് മുന്നിൽ ചെക്ക് വച്ചിരിക്കുകയാണ് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ഈ മാസം 31-നകം കുറ്റപത്രം സമർപ്പിച്ചില്ല എങ്കിൽ കടുത്ത തീരുമാനത്തിലേക്ക് കടക്കുമെന്നൊരു മുന്നറിയിപ്പാണ് സർക്കാർ നൽകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണത്തിൽ വീണ്ടും പ്രതികരണവുമായി രംഗത്തെത്തിയ മന്ത്രി ആ കേസിൽ ഓരോ അറസ്റ്റുകൾ നടക്കുന്നുണ്ടെങ്കിലും അന്തിമ കുറ്റപത്രം എന്ന് സമർപ്പിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായില്ല എന്നുള്ളതാണ് സത്യം. അന്തിമ കുറ്റപത്രം സമർപ്പിച്ചാൽ മാത്രമേ സർക്കാരിന് തുടർ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. ഈ മാസം 31-നകം കുറ്റപത്രം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. എന്നാൽ ഈ മാസത്തിനുള്ളിലും അന്വേഷണ സംഘം കുറ്റപത്രം നൽകിയില്ല എങ്കിൽ സർക്കാരിൻ്റെ കടുത്ത അമർഷവും അസംതൃപ്തിയും കോടതിയെ അറിയിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ അന്വേഷണം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിപ്പിക്കുകയോ കേസിൽ ഇടപെടുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഇനിയും അന്വേഷണം ഇഴഞ്ഞു നീങ്ങിയാൽ വിഷയം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നാണ് മുന്നറിയിപ്പ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അറസ്റ്റോടെ വിഷയത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്ന് പറയാൻ പ്രതിപക്ഷത്തിന് കഴിയില്ലെന്നും മുൻ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച അന്വേഷണ നടപടികളുടെ തുടർച്ചയാണിതെന്നും കെ മുരളീധരൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി. എന്തായാലും 31-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ സർക്കാരിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ പ്രതികരണം ഒന്ന് കാണാം. സർക്കാരിൻ്റെ അതൃപ്തി ഏതായാലും ചാർജ് ഷീറ്റ് ഈ മാസം ഉണ്ടാവുന്നതാണ് നോക്കി. ഈ മാസം കണ്ടില്ലെങ്കിൽ സർക്കാരിൻ്റെ അതൃപ്തി സർക്കാർ അറിയിക്കും. സംശയമൊന്നും അക്കാര്യത്തില്ല. ഇതിങ്ങനെ ഇഴഞ്ഞു പോകുന്നത് വെറും കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കാൻ സർക്കാരിന് കഴിയില്ല. ഇങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് ഓരോ അറസ്റ്റ് എന്നല്ലാതെ ഒരു ഫൈനൽ കുറ്റപത്രം എന്നാണ് സമർപ്പിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും യാതൊരു ഐഡിയ ഇല്ല. അത് കഴിഞ്ഞതിന് ശേഷം സർക്കാരിന് അഭിപ്രായം പറയാൻ പറ്റും. ഇപ്പോൾ അന്വേഷണം നടക്കുന്നു. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള അറസ്റ്റുകൾ നടക്കുന്നു. പക്ഷേ ഈ അറസ്റ്റ് കൊണ്ട് മാത്രം ചാർജ് ഷീറ്റ് ആവുന്നില്ല. ചാർജ് ഷീറ്റ് ഫൈനലായിട്ട് കൊടുക്കുമ്പോഴേ സർക്കാരിന് തുടർന്നുള്ള ആക്ഷനിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഏതായാലും സർക്കാർ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാണ് ഫൈനലായിട്ടുള്ള ചാർജ് ഷീറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാനുള്ളത്. അല്ല, പ്രശാന്തിനെ ആദ്യം ചോദ്യം ചെയ്ത ആരുടെ കാലത്താണ്? ഞങ്ങളുടെ കാലത്തല്ലല്ലോ. പ്രശാന്തിൻ്റെ നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആദ്യം ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇപ്പോഴത്തെ നടപടി എന്ന് പറയുന്നത്. ഞങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. ഞങ്ങൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ആരെയും ഞങ്ങൾ വിളിച്ചു വരുത്തിയിട്ടില്ല. അവരോട് ഞങ്ങൾ അഭിപ്രായം ചോദിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നതിൽ സർക്കാരിന് അസംതൃപ്തിയുണ്ട്. അത് ഞാൻ പലതവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫൈനൽ ചാർജ് ഷീറ്റ് വന്നതിന് ശേഷം മാത്രം തുടർ നടപടികളിലേക്ക് സർക്കാർ പ്രവേശിക്കും. തീർച്ചയായിട്ടും സർക്കാരിനെ സംബന്ധിച്ച് ഇതിൽ അസംതൃപ്തിയുണ്ട്. ഇനി എന്താണ് ഹൈക്കോടതി പറയുന്നത് തൃപ്തി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർക്കാരിൻ്റെ അതൃപ്തി ഏതായാലും ചാർജ് ഷീറ്റ് ഈ മാസം ഉണ്ടാവുന്നതാണ് നോക്കി. ഈ മാസം കണ്ടില്ലെങ്കിൽ സർക്കാരിൻ്റെ അതൃപ്തി സർക്കാർ അറിയിക്കും. സംശയമൊന്നും അക്കാര്യത്തില്ല. ഇതിങ്ങനെ ഇഴഞ്ഞു പോകുന്നത് വെറും കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കാൻ സർക്കാരിന് കഴിയില്ല. അല്ല, പങ്കില്ലാതിനി അവർക്ക് പറയാൻ കഴിയില്ലല്ലോ. ഈ നടപടികളൊക്കെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച നടപടികളുടെ ഭാഗമാണ്. അതിൻ്റെ തുടർച്ചയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിതിനൊന്നും ഇടപെട്ടിട്ടില്ല. ഞങ്ങൾ ഒരു ഉദ്യോഗസ്ഥനെയും വിളിച്ച് ഇതിനെക്കുറിച്ച് ഒരു ചോദ്യം ഞങ്ങൾ ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങളത് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ മാസം കൊണ്ടും ചാർജ് ഷീറ്റ് കൊടുക്കാൻ താമസിച്ചാൽ സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റേതായിട്ടുള്ള അസംതൃപ്തി കോടതി അറിയിക്കേണ്ടി വരും. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. 31-ാം തീയതി വരെ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും.